വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം. കരുളായി പള്ളിക്കുന്നിൽ മോഷണം. ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല പൊട്ടിച്ചെടുത്ത് മോഷ്ടാവ് കടന്നു കളഞ്ഞു. മോഷണത്തിന്റെ ദൃശ്യം വീട്ടിൽ സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞു. സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നിലമ്പൂരിൽ കയ്യാങ്കളി. ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. പൊതുനിരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനും 6 ബസ് ജീവനക്കാർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. എടവണ്ണ ചെറുമണ്ണ സ്വദേശി പുന്നോത്ത് ഫെബിൻ ഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത്. നാടുകാണി ചുരത്തിൽ സിമന്റ് കല്ലുമായി വന്ന ലോറി റോഡിന് കുറുകെ മറിഞ്ഞ് അപകടം. പാതയിൽ 5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം. ഇന്ധന കുടിശ്ശിക വരുത്തിയതിനാൽ ചെയർപേഴ്സൺ നഗരസഭയുടെ ഔദ്യോഗിക വാഹനമായ ഇന്നോവയിൽ സഞ്ചരിക്കാതെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഇന്ധന കുടിശ്ശിക വരുത്തിയത് മുൻ ചെയർമാനാണ് എന്ന രീതിയിൽ വന്ന പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി മുൻ ചെയർപേഴ്സൺ രംഗത്ത് വന്നത്. മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപക്ക് വനിതാ ഘടക പദ്ധതി എന്നുള്ള നിലയിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായി. അതായത് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, സ്റ്റൗ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ. കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി കാണേണ്ട എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കാണാൻ അങ്ങനെ അന്വേഷണം നേരിടേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ നിലമ്പൂരിലെ ഒരു ഹരി എന്ന് പറഞ്ഞ ഒരാളൊക്കെ മുനിസിപ്പാലിറ്റി ഒരു കത്ത് തരുന്നു, ഇത് അന്വേഷിക്കണം. അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കൗൺസിൽ കൂടി ഇത്തരത്തിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു, പിന്നെ മുനിസിപ്പാലിറ്റി നോക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ നമുക്കറിയാം കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും, കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ പലതും. ഇത് അന്വേഷിച്ച് നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മുനിസിപ്പാലിറ്റി വാഹനത്തിൽ കൊണ്ടതായിട്ട് അവിടുന്ന് ഒരു മൊഴിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടിയപ്പോൾ, പാലൂളി അടക്കമുള്ള കൗൺസിലാണ് ഈ കൂടുന്നത് കേട്ടോ, ഐക്യകണ്ഠേന ഈ കേസ് വിജിലൻസിന് വിട്ടൊരു കേസ്. അപ്പൊ അന്ന് പാലൂളി പറഞ്ഞത് ഇതൊരു എന്താ പറയുക ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടാവും. ശ്രദ്ധക്കുറവ് എന്നല്ല ഞങ്ങളെല്ലാവരും പറഞ്ഞു, കട്ട് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് ആ കൗൺസിൽ അവിടെ തീരുമാനമെടുത്ത് വിജിലൻസ് കൊടുത്തത്. മുനിസിപ്പാലിറ്റിയിൽ UDF-ന്റെ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സൺ ആരാകുമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഒരു സംശയത്തിന്റെ നിലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ സ്ത്രീനെ ചെയർപേഴ്സൺ ആക്കണ അന്ന് രാത്രിയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്, എനിക്കറിയില്ല ആ രീതിയിൽ. പക്ഷെ അതിന്റെ 2 ദിവസം മുമ്പ് എൻ്റെ അറിവിൽ ഇവരെ വീട്ടിൽ വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി, ചോദ്യം ചെയ്യാൻ വേണ്ടി വിജിലൻസ് വന്നു. ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് ചെയർപേഴ്സൺ ആയിട്ട് അധികാരത്തിൽ വരികയാണ്. ആ ചെയർപേഴ്സൺ ആണ് ഇതിൽ നിന്നൊക്കെ തടയിടാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മേലെ വരുന്ന ഒരു വലിയൊരു ഭാരമാണ്, അല്ലെങ്കിൽ ഈ സമൂഹം അറിയപ്പെടുന്ന സാധനമാണ്. അതിലാണ് ഈ പറഞ്ഞ കുടിശ്ശിക. ഇത് മുനിസിപ്പാലിറ്റിയിൽ
ചെയർമാന്റെ വണ്ടിയിൽ അടിച്ചാലട്ടെ. കാരണം അവര് പോകുമ്പോ മുനിസിപ്പാലിറ്റിയിലില്ലേ നിങ്ങൾക്കൊക്കെ അറിയാം, ആ പരമ്പരങ്കാല പോലത്തെ ട്രാക്ടറാണ് ഉള്ളത്. ഇന്നിപ്പോ അവിടെ ഒരു 10-18 വണ്ടികൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതും അല്ലാതെ പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടിയതൊക്കെ ആയിട്ടുള്ള വണ്ടികളുണ്ട്. ഇതെല്ലാം ഡീസൽ അടിച്ചാണ് ഈ പൈസ. ഈ ഡീസൽ അടിക്കുന്ന പൈസ എങ്ങനെയാ? 50,000 അല്ലെങ്കിൽ 75,000 അല്ലെങ്കിൽ 1 ലക്ഷമോ അല്ലെങ്കിൽ 2 ലക്ഷമോ ഒക്കെ ആകുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളെ പെട്രോൾ പമ്പുകാർ ബില്ല് കൊടുക്കുന്നത് അനുസരിച്ച് പാസ്സാക്കിയിട്ടാണ് പോവുക. 50,000 താഴെയാണെങ്കിൽ നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റും. 50,000 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ പിന്നെ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന് പിന്നെ അത് കൗൺസിൽ പാസ്സാക്കി പോകണം. ഇപ്പൊ നമുക്കത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത്തരത്തിലൊരു പ്രൊസീജിയർ ഇല്ലല്ലോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരല്ല. അതുകൊണ്ടുള്ളൊരു കുടിശ്ശികയാണ്. എന്നാൽ ഞാൻ അതും സമ്മതിക്കാം, ഞാൻ അവർ കുടിശ്ശിക ഉണ്ടായിട്ട് ഭരണം ഏറ്റെടുത്തില്ല, ആയിക്കോട്ടെ. വേറെ എന്തൊക്കെ കുടിശ്ശിക ഉണ്ട് അവിടെ? മാട്ടുമത്സരികളോട് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വന്ന അതിന്റെ അടിത്തറ മാത്രം ഞാനെന്നുള്ള പറയാണ്. ചെയർപേഴ്സന്റെ കപ്പും കാര്യം വാങ്ങിയിട്ട് മാട്ടുമത്സരികൾ മാറിക്കൊള്ളൂ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർ. എന്തുകൊണ്ട് കുടിശ്ശികയായി എന്ന കാര്യത്തിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വിശദീകരണം നൽകേണ്ടത്. മുൻപ് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് നിലവിലെ ചെയർപേഴ്സൺ വനിതാ ഘടക പദ്ധതിയിലൂടെ നടത്തിയ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. കഴിഞ്ഞ മാസം വിജിലൻസ് ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തി എന്ന വിവരമാണ് തനിക്ക് ലഭിച്ചത്. പുതിയ നഗരസഭാ ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഗ്രൂപ്പിസം തുടങ്ങിക്കഴിഞ്ഞു. സീനിയർ അംഗങ്ങളെ ഒഴിവാക്കി പുതുമുഖങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാക്കിയത് ചെയർപേഴ്സന്റെ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവും മുൻ ചെയർപേഴ്സൺ ഉന്നയിച്ചു. കരുളായി പള്ളിക്കുന്നിൽ മോഷണം. ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല പൊട്ടിച്ചെടുത്ത് മോഷ്ടാവ് കടന്നുകളഞ്ഞു. മോഷണത്തിന്റെ ദൃശ്യം വീട്ടിൽ സ്ഥാപിച്ച CCTV-യിൽ പതിഞ്ഞു. പള്ളിക്കുന്നിലെ പാറയ്ക്കൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇവരുടെ മകൾ ഡോക്ടർ ഷംനയുടെ 3.5 ഗ്രാമോളം തൂക്കം വരുന്ന മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത്. സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്നും ഏണി കൊണ്ടുവന്ന് വീടിന്റെ മുകളിൽ കയറിയ മോഷ്ടാവ് മുകൾ നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് വീടിനകത്ത് കടന്നത്. മുകൾ നിലയിലെ മറ്റു റൂമുകളിലും കള്ളനെത്തിയിട്ടുണ്ട്. അലമാരയിലെ സാധനങ്ങൾ വലിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടന്ന ഉടനെ തന്നെ പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ കുറ്റമ്പാറ, വലമ്പുറം ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ മോഷണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നിലമ്പൂരിൽ കയ്യാങ്കളി. ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. പൊതുനിരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനും 6 ബസ് ജീവനക്കാർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു. നിലമ്പൂർ ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഘർഷമുണ്ടായത്. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമാണ് ഇവരെ പിടികൂടിയത്. സമയത്തെ ചൊല്ലി 2 ബസ്സുകളിലെയും ജീവനക്കാർ തമ്മിൽ തുടങ്ങിയ വാക്കേറ്റമാണ് നിലമ്പൂർ ടൗണിൽ കൂട്ടത്തല്ലിൽ അവസാനിച്ചത്. വലിയ തോതിൽ നടന്ന സംഘർഷമാണ് ജീവനക്കാർ തമ്മിൽ അരങ്ങേറിയത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. എടവണ്ണ ചെറുമണ് സ്വദേശി പുന്നോത്ത് ഫെബിൻ ഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡെൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത്. നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് SIPT സൈഫുള്ളയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി 12 മണിയോടെ മമ്പാട് പൊങ്ങല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പിടികൂടിയ MDMA-ക്ക് വിപണിയിൽ 1 ലക്ഷത്തോളം രൂപ വില വരും. വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മയക്കുമരുന്ന് കൈവശം വച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതിക്ക് MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CPO ഉജേഷ്, സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബൻദാസ്, ജിയോ ജേക്കബ്, സാബിർ അലി, സജീഷ് കെ എന്നിവരും
അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നാടുകാണി ചുരത്തിൽ സിമന്റ് കല്ലുമായി വന്ന ലോറി റോഡിന് കുറുകെ മറിഞ്ഞ് അപകടം. പാതയിൽ 5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാടുകാണി ചുരത്തിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ഗൂഡല്ലൂരിൽ നിന്നും സിമന്റ് കല്ലുമായി വന്ന ലോറി മറിഞ്ഞത്. സിമന്റ് കല്ലുകൾ റോഡിൽ ചിതറി ഇരുവശവും ഗതാഗതം മുടങ്ങി. ലോറിയും സിമന്റ് കല്ലുകളും നീക്കം ചെയ്താൽ മാത്രമേ ഗതാഗതം സുഗമമാക്കുവാൻ കഴിയൂ. ലോറി മറിഞ്ഞതിനെ തുടർന്ന് കുടുങ്ങിയ വാഹനങ്ങളിലെ വിനോദയാത്രക്കാരും ഡ്രൈവർമാരും ചേർന്ന് ഇറങ്ങി സിമന്റ് കല്ലുകൾ നീക്കി ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ലോറി റോഡിൽ നിന്നും മാറ്റിയാലേ പാതയിലെ ഗതാഗതം സുഗമമാവുകയുള്ളൂ. നിലമ്പൂരിൽ റോഡ് സുരക്ഷാ മാസാചരണം നടത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിലമ്പൂർ താലൂക്ക് തല ഉദ്ഘാടനം മുക്കട്ടയിലെ മഹാരാജ കൺവെൻഷൻ സെന്ററിൽ ആര്യടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഡ്രൈവിംഗ് വണ്ടി ഓടിക്കാൻ പഠിച്ചുവെങ്കിലും 18 വയസ്സാകാൻ ലൈസൻസ് എടുക്കാൻ എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം 18 ആവാൻ കാത്തിരിക്കുന്നു ഞാനൊക്കെ. എന്തായാലും നമുക്കറിയാം, നമുക്ക് ലൈസൻസ് എടുക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് സുരക്ഷിതമായി എങ്ങനെ വാഹനം ഓടിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ, ആ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ റോഡുകൾ, കാരണം റോഡ് സുരക്ഷ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശോചനീയമായ അവസ്ഥയാണ്. കാരണം 2 വേ റോഡുകളില്ല. ഇപ്പൊ ലോകത്ത് മുഴുവൻ 6 വേ അല്ലെങ്കിൽ 8 വേ എന്നൊക്കെ പറയുന്ന 8 ഭാഗങ്ങളും 6 വേകളൊക്കെ ആയി മൊത്തം റോഡുകളെ തരംതിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ഒരു 1 വേ റോഡ് പോലും മര്യാദക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യത്താണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് റോഡ് സുരക്ഷാ സന്ദേശം നൽകി. നിലമ്പൂർ ജോയിന്റ് RTO KP ദിലീപ്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് UK അനിൽകുമാർ, ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സെക്രട്ടറി റഫീഖ് അലി, MBI V പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന റോഡ് സുരക്ഷാ ക്ലാസ്സിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ V പ്രശാന്ത് ക്ലാസുകൾ നയിച്ചു. AMVI-മാരായ ഈസ്റ്റർ യാഷിക VS, സൂരജ് TN, പ്രവീൺ S, സജിത് എന്നിവർ പങ്കെടുത്തു. മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയവിന്റെ ആണ്ടുനേർച്ചയ്ക്കും ഒടമല ദവ്വ കോളേജ് വാർഷിക സന്നദ്ധദാന സമ്മേളനത്തിലും ജനുവരി 14 തുടക്കമാകും. ജനുവരി 14 രാവിലെ 10 മണിക്ക് സമസ്ത കേരള ജാമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും. മഹല്ല് മുദ്രീസ് ഷെരീഫ് ഫൈസി കാരക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജനുവരി 15 7 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് സമസ്ത കേരള ജാമിയത്തുൽ ഉലമ മുഷവറ അംഗം അലവി ഫൈസി കൊളപ്പുറം ഉദ്ഘാടനം ചെയ്യും. അൻവർ മൊയ്തീൻ ഹുദവി ആലുവ മുഖ്യ പ്രഭാഷണം നടത്തും. ജനുവരി 16 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാനവസ്ത്ര വിതരണവും നടക്കും. ദാറുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി നേതൃത്വം നൽകും. രാത്രി 7 മണിക്ക് നടക്കുന്ന ഒടമല ഷെയ്ഖ് ഫരീദ് ഔലിയ ദവ കോളേജ് വാർഷിക 2ാം സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പഠനം പൂർത്തിയാക്കിയ 56 യുവ പണ്ഡിതർക്കുള്ള ഫരീദി സന്നദ്ധാനവും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.